ഹായ്, എൻ്റെ പേര് അനീഷ്. ഞാൻ സൗദി അറേബ്യയിലാണ് കൊമാടെക് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതെൻ്റെ വൈഫ് ശ്വേത. അവൾ MSc കഴിഞ്ഞപ്പോൾ PSc കോച്ചിങ്ങൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഇത് മകൻ ഋഷഭ് ദേവ്. വീട് പണി എന്നുള്ള ഭയങ്കര ആഗ്രഹമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്നിൻ്റെ ഇൻസ്റ്റയിലും കോലോപ്പിലും എല്ലാം ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴാണ് എവിടാർക്കിലെ അഭിലാഷിൻ്റെ പ്രൊഫൈൽ കണ്ടത്. അപ്പോൾ ആ പ്രൊഫൈൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത്യാവശ്യം 2-3 വീട് അവൻ ചെയ്തതെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അടുത്താണ്, നമുക്ക് തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ അഭിലാഷിനെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു മീറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് എൻ്റെ ഐഡിയ ഒക്കെ അഭിലാഷിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ അഭിലാഷ് അത് ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ഒരു 3D ഡ്രോയിങ് ചെയ്തു. പിന്നെ സ്റ്റാർട്ടിങ് തൊട്ട് അഭിലാഷ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജ് തൊട്ട് അഭിലാഷ് എല്ലാ കാര്യത്തിലും കൂടെ നിന്നു. നമുക്ക് വേണ്ട കൺസൾട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, അതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓരോ സ്റ്റേജിലും നമ്മളങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങനെ കൺസൾട്ടിങ് കിട്ടിയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി. എവിടാർക്കിൻ്റെ ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നുന്നത് കൺസൾട്ടിങ് ആണ്. അതായത് നമ്മൾ ഓരോ സ്റ്റേജിലും നമുക്ക് 2-3 ഓപ്ഷൻ കിട്ടുമായിരുന്നു. അഭിലാഷായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഭിലാഷ് എനിക്ക് 2-3 ഓപ്ഷൻ തരും. എന്തൊക്കെയാണ് നമുക്ക് ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അഭിലാഷ് കൃത്യമായിട്ട് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഓവറായിട്ട് കുറേ ഐഡിയാസ് ഉണ്ടായിരുന്നു. നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ പറ്റിയും അല്ല നമ്മുടെ ഏരിയയ്ക്ക് പറ്റുന്ന കാര്യങ്ങളെ പറ്റി അഭിലാഷ് കൃത്യമായിട്ട് പറഞ്ഞു തരുമായിരുന്നു. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതായത് ക്ലൈമറ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളുമായിട്ടും ഒരുപാട് കാര്യങ്ങൾ അഭിലാഷ് പറഞ്ഞു തരുമായിരുന്നു. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് പ്ലാനിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് പ്ലാനിൽ ആഡ് ചെയ്യാൻ പാടില്ലാത്തത്, അതൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമ്മൾ വീട് പണിയാനുള്ള ആഗ്രഹം കുറേ നാളായി. നമ്മൾ മാരേജ് കഴിഞ്ഞ് ഇപ്പോൾ 7 വർഷമായി. 7ാമത്തെ വർഷമാണ് ഞങ്ങൾ പുതിയ വീട്ടിൽ കയറിയത്. അപ്പോൾ അനീഷേട്ടൻ കുറേ നാളായിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഓരോ റീലും അതായത് വീടായിട്ട് ബന്ധപ്പെട്ടതൊക്കെ അയച്ചു വരുമായിരുന്നു. അങ്ങനെയാണ് നമുക്ക് എവിടാർക്കിലെ അഭിലാഷിനെ അനീഷേട്ടൻ റീല് വഴി തന്നെയാണ് കണ്ടത്. അങ്ങനെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അത് വർക്കൊക്കെ എനിക്കും ഇഷ്ടമായി. പിന്നെ നേരിട്ട് അഭിലാഷ് നമ്മുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ പ്രത്യേകിച്ച് അനീഷേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു സപ്പോർട്ടായിട്ട് ശരിക്കും ഒരു ബ്രദറിൻ്റെ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് ലാസ്റ്റ് നമ്മുടെ ഇൻറ്റീരിയർ കഴിഞ്ഞ് ഹൗസ് വാമിങ്ങിൻ്റെ സമയം വരെ നമ്മുടെ കൂടെ തന്നെ അഭിലാഷ് ഉണ്ടായിരുന്നു. ശരിക്കും ഒരു നമുക്ക് കട്ട സപ്പോർട്ടായിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് നല്ല വിട്ട് തോന്നുന്നുണ്ട്. ഇതിനെ നമ്മുടെ സ്ക്വയർ ഫീറ്റിനേക്കാളും കൂടുതൽ സ്ക്വയർ ഫീറ്റ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ആരാണ് വർക്ക് ചെയ്തതെന്നൊക്കെ കുറേ പേര് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് അഭിലാഷിനെ നമുക്ക് റെഫർ ചെയ്തു. ഞങ്ങൾ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ പറ്റി നമ്മൾ അഭിലാഷായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അഭിലാഷിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ആയിരുന്നു. അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെ എടുത്ത് ചെയ്യണം. അത് എവിടെയാണ് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള, ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് കിട്ടുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അഭിലാഷ് നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നത്. കോൺക്രീറ്റിങ്ങും കാര്യങ്ങളും നടക്കുന്ന സമയത്തും കൃത്യമായിട്ട് ലേബേഴ്സിൻ്റെ അടുത്ത് അതിൻ്റെ റേഷ്യോയും കാര്യങ്ങളും മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അഭിലാഷ് ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കൃത്യമായിട്ട്. ഞാൻ ക്യാമറയിൽ നോക്കിയിരുന്നാലും നമുക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അഭിലാഷ് കൃത്യമായിട്ട് അത് എൻ്റെ റേഷ്യോയും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് എന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇൻറ്റീരിയറിലേക്ക് കടന്നപ്പോഴും അഭിലാഷ് എനിക്ക് കൃത്യമായിട്ട് 3D ഡ്രോയിങ് ഒരു 3-4 ഓപ്ഷൻ തന്നായിരുന്നു. നമുക്ക് ഇന്ന പോലെ ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ സജഷനും കൂടെ പറഞ്ഞ് നമ്മൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു ടൈം പീരീഡിൽ വീടിൻ്റെ വർക്കെല്ലാം വളരെ ഭംഗിയായിട്ട് തീർന്നു.
അഭിലാഷ് ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഞാനില്ലാത്തതിൻ്റെ ഒരു കുറവ് അഭിലാഷ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കൃത്യമായിട്ട് അപ്ഡേറ്റുകൾ എനിക്ക് തരുമായിരുന്നു. അഭിലാഷിന് എല്ലാ രീതിയിലും നല്ല നല്ല വർക്കുകൾ കിട്ടാനായിട്ട് എല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെ വീട് ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച മാതിരി വളരെ അടിപൊളിയായിട്ട് അഭിലാഷ് ചെയ്തു തന്നു. അതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തന്നു. അതിന് ഞങ്ങൾ ആ വീട് പണി തീർന്ന് വീട് താമസം കഴിയുന്നവരെ അഭിലാഷ് വളരെ കട്ടയ്ക്ക് കൂടുന്നുണ്ട്. ഹൗസ് വാമിങ് കഴിഞ്ഞ അന്ന് നമുക്ക് നല്ല സന്തോഷം എന്ന് വെച്ചാൽ അതിൻ്റെ പീക്കിലെത്തി നിൽക്കുന്ന സമയമാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട്, അത് നമ്മൾ മാത്രമല്ല എല്ലാവരും, ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അപ്പം അത് അന്ന് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് നമുക്ക് സന്തോഷം മാക്സിമം അല്ല പീക്കിലെത്തുന്ന സമയമാണ്. വീട് പണിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞാൻ അഭിലാഷിനെയും അഭിലാഷിൻ്റെ സ്ഥാപനമായ വിടാർക്കിനെയും റെക്കമെൻഡ് ചെയ്യാണ്. വീട് പണിയാൻ നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അഭിലാഷിനെ വിളിക്കുക.